എക്സലിൽ എങ്ങനെ നമുക്കൊരു ലോങ് ടെക്സ്റ്റിനെ ഒരു സെല്ലിനകത്ത് ആക്കി മാറ്റാമെന്ന് നോക്കാം. ഇതിനാദ്യമായി നമ്മളൊരു സെല്ല് സെലക്ട് ചെയ്യുക. അവിടേക്ക് നമുക്ക് വേണ്ട ടെക്സ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുക, ഒന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും ആ ഒരു ടെക്സ്റ്റ് വന്ന് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റിനെ നമ്മൾ ഈ ഒരു ഒറ്റ സെല്ലിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സെല്ല് നമ്മൾ ഒന്നുകൂടി സെലക്ട് ചെയ്യുന്നു. ഓൾറെഡി സെലക്റ്റായി കിടക്കായിരിക്കും, ഒന്നുകൂടി സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ മുകളിലായിട്ടുള്ള ആ ഒരു എ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം താഴെ വരുന്ന ഓപ്ഷനിൽ നിന്നും സെല്ലെന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. അതിനുശേഷം റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്നതൊന്ന് ഓണാക്കി കൊടുക്കുക. ഇങ്ങനെ ഓണാക്കുന്ന ടൈമിൽ ഇത് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു സെല്ലിലേക്ക് അത് മൊത്തത്തിലായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. നമുക്കിനി ഒന്നുകൂടി ഇത് ചെയ്ത് നോക്കാം. അതിന് ഒന്നുകൂടി ഞാൻ ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. അതിലേക്ക് എനിക്ക് വേണ്ട ആ ടെക്സ്റ്റ് ഞാൻ ഒന്നുകൂടെ പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. സിമ്പിളാണ്. ഇതിലേക്ക് ഞാനൊന്ന് ആ ഒരു സെല്ലിലേക്ക് ഒന്ന് പ്രസ് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അവിടുന്ന് സെല്ല് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് റാപ്പ് ടെക്സ്റ്റ് എന്നുള്ളത് ഓണാക്കി കൊടുക്കുന്നു. വളരെ സിമ്പിളാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ.